അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുക്കത്ത് മീൻകട പൂട്ടിച്ചതിൽ വിശദീകരണവുമായി CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ T വിശ്വനാഥൻ. കട അടയ്ക്കാൻ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും കടയുടമ അതിന് തയ്യാറാകാതെ വന്നതോടെയാണ് കട അടപ്പിച്ചത്. സമരത്തെ ഒറ്റുകൊടുക്കുന്ന സമീപനം ശരിയല്ലെന്നും വിശ്വനാഥൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മുക്കം മാർക്കറ്റിലെ മീൻകടയിലെത്തി സമരാനുകൂലികൾ CITU നേതാവായ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ ഭീഷണി മുഴക്കിയെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചത്. ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് T വിശ്വനാഥൻ. നേരത്തെ മുൻകൂട്ടി അറിയിച്ച പണിമുടക്കാണ്. 1000-ഓളം കടകളുള്ള മുക്കമങ്ങാടിയിൽ 2-3 കടകളൊഴികെ ബാക്കിയെല്ലാം പൂട്ടിയിരുന്നു. ഈയൊരു മത്സ്യക്കട മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. അടയ്ക്കാൻ പലതവണ അഭ്യർത്ഥിച്ചിട്ടും അവർ തയ്യാറായില്ല. വാക്കുകളുടെ മൂർച്ച കൂടിയെന്നത് ശരിയാണ്, എന്നാൽ കടയെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും വിശ്വനാഥൻ പറഞ്ഞു. മറ്റെല്ലാവരും കടയടച്ച് സഹകരിച്ചപ്പോഴും വളരെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ച് പണിമുടക്ക് പൊളിക്കാൻ സന്നദ്ധമായ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ കുറച്ച് ശക്തമായി അയാളോട് കടയടയ്ക്കണമെന്ന് പറയേണ്ടി വന്നത്. കത്തിക്കുമെന്നൊന്നും പറഞ്ഞതൊക്കെ തെറ്റായ വാർത്തയാണ്. ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ, പ്രവർത്തകർ ആ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. ആദ്യമുള്ള അഭ്യർത്ഥനകൾ മാനിക്കാതെ വന്നപ്പോഴാണ് കുറച്ച് ശക്തമായി സംസാരിക്കേണ്ടി വന്നത്. പണിമുടക്ക് ദിവസം കൊള്ളലാഭം കൊയ്യാനാണ് കടയുടമ ശ്രമിച്ചത്. ഇതിനെയാണ് താൻ എതിർത്തത്. ഒരാൾക്ക് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ശരിയാണോ എന്നും അടുത്ത പണിമുടക്കിൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മറ്റു വ്യാപാരികൾ പറഞ്ഞതോടെയാണ് കട പൂട്ടാൻ ആവശ്യപ്പെട്ടതെന്നും വിശ്വനാഥൻ പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.